എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 9 ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച് ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററുകളിലെത്തി. സിനിമ വലിയ വിജയമായി. സിനിമ ഓവർസീസിൽ ഫാർസ് ആയിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ ഓവർസീസിലുമൊക്കെ മികച്ച അഭിപ്രായങ്ങളായി. ആ സമയത്ത് നമ്മുടെ SS കാർത്തികേയ അദ്ദേഹം സിനിമ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. ഈ സിനിമ മലയാളത്തിൽ മാത്രമല്ല, അതിൻ്റെ സാധ്യതകൾ വലുതാണെന്ന് നമുക്ക് കുറച്ചുകൂടെ ബോധ്യം വരികയും അവിടുന്ന് തെലുങ്കിലും തമിഴിലുമായിട്ട് 2 ലാംഗ്വേജിലും കൂടെ നമ്മൾ പ്രേമലു റിലീസ് ചെയ്തു. മലയാളം വേർഷൻ പോലെ തന്നെ തെലുങ്കിലും തമിഴിൽ റെഡ് ജെയിൻ്റാണ് പ്രേമലു പ്രസൻറ്റ് ചെയ്തത്. 2 ലാംഗ്വേജിലും സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ റോംകോം ജോണറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി തന്നെ പ്രേമലു അതിൻ്റെ വിജയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. OTT റിലീസായി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കായിട്ടും സിനിമ ഇപ്പോഴും കേരളത്തിലും തമിഴ് വേർഷൻ തമിഴ്നാട്ടിലുമൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തരത്തിൽ മലയാള സിനിമ അങ്ങനെ ഒരു തിയേറ്ററിലേക്ക് ആളുകളൊക്കെ വരാൻ ബുദ്ധിമുട്ടി നിന്നിരുന്ന ഒരു സമയത്ത് ആണ് പ്രേമലു തിയേറ്ററിനെ അപ്രോച്ച് ചെയ്തത്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു സിനിമയ്ക്ക് നിന്ന് മാത്രമല്ല, ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ ഭയങ്കര ആത്മവിശ്വാസം തോന്നുന്ന തലത്തിലേക്ക് വിജയിക്കാനും മലയാളത്തിന് പുറത്തേക്ക് പോലുമുള്ള പുതിയ മാർക്കറ്റുകളിൽ മലയാള സിനിമയ്ക്ക് സാധ്യത നേടാനും പ്രേമലുവിന് കഴിഞ്ഞു എന്നുള്ളത് പ്രേമലുവിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പ്രേമലു എന്ന സിനിമയുടെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ സഹകരിച്ചിട്ടുള്ളവർ മാത്രമാണ്. പുറത്തുനിന്ന് ആരും തന്നെ ഇല്ല. എല്ലാം പ്രേമലുവിൻ്റെ ആൾക്കാർ തന്നെ. നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് 100% അഭിമാനിക്കാം, ഭയങ്കര സന്തോഷിക്കാം. പ്രേമലു എന്ന ചിത്രത്തിലെ വിജയം, ആ സിനിമ സാധ്യമാക്കിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റിനെയും ഈ സിനിമ ലോകത്തെമ്പാടും കൃത്യമായി എത്തിച്ച് കൃത്യമായി അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിച്ച മുഴുവൻ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പ്രവർത്തിച്ചവരെയും ഇതിൻ്റെ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിച്ചവരോടും ഒക്കെയുള്ള ഭാവന സ്റ്റുഡിയോസിൻ്റെ നന്ദി ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ തന്നെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോർമലായിട്ട് ഈ പ്രോഗ്രാം മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പരസ്പരം നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായത് പങ്കുവെക്കാനും ഈ സിനിമ ഉണ്ടാക്കിയെടുത്ത ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ആദരിക്കുവാനുമാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടും സിനിമയുടെ വിജയം അത്ര വലുതായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ മൊമെൻ്റോ വിതരണമൊക്കെ ആയതുകൊണ്ട് നമുക്കധികം സമയമെടുക്കാതെ തന്നെ ഈ ചടങ്ങ് തീർക്കാം. എങ്കിലും എല്ലാവരുടെയും അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാം. അപ്പം കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം. പ്രേമലുവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കടന്ന് അപ്പുറത്തെ ഒരു ഭാഷയിലേക്ക് സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറച്ചു കാലമായി നമ്മുടെ മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പലപ്പോഴും മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടുന്ന പടങ്ങൾ ഉണ്ടാകുന്നില്ല. വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ബോക്സ് ഓഫീസിൽ വിജയിക്കുന്നുള്ളൂ.
അത് പല ആളുകളുടെയും മനം മടിപ്പിക്കുന്നു, ആളുകൾ രംഗത്തേക്ക് വരാൻ മടിക്കുന്നു, പല പ്രൊഡക്ഷൻ കമ്പനികളും പൂട്ടിപ്പോകുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ശരിക്കും ഭാവന സ്റ്റുഡിയോസ് ഒരു ചരിത്രം എഴുതുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ പ്രമേയവും ഈ സിനിമയുടെ സംസാര രീതിയും അതിൻ്റെ അവതരണ സ്വഭാവവും ഒക്കെ തന്നെ രാജ്യാന്തര തലം കടന്നു പോകുന്ന രീതിയാണുള്ളത്. അത് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ കോവിഡ് കാലം വന്നതിന് ശേഷം മലയാള സിനിമ വിദേശ നാടുകളിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ഇന്ത്യയുടെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ മലയാളത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ നടീനടന്മാരെ കുറിച്ച് അവർക്ക് അന്വേഷണം ഉണ്ടായി. ഒരിക്കൽ ഞാൻ ഒരു വാർത്താവിതരണ വകുപ്പിൻ്റെ ഒരു IAS ഒരു സെക്രട്ടറി കണ്ടപ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ എന്നോട് ചോദിച്ചത് ഫഹദ് ഫാസിലിനെ കുറിച്ചാണ്. ഇത്രയും നല്ലൊരു നടൻ കേരളത്തിലുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഈ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കണ്ടു. ആ സിനിമ ഞാൻ പിന്നീട് 3-4 തവണ ആവർത്തിച്ച് കണ്ടു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫഹദിൻ്റെ എല്ലാ സിനിമകളും അങ്ങ് കാണുക. ഒരുപക്ഷെ ഭാവിയിൽ മലയാളത്തിലുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ 2-3 നടന്മാരിൽ ഒരാൾ ഫഹദായിരിക്കും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഇത്രയും കാലം ഫഹദിനെ പോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റാതൊരു സങ്കടമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് പ്രേമലു ഇത്രയും വലിയ വിജയം ഉണ്ടാക്കിയത്. ദിലീഷ് ബോധൻ പറയുന്നുണ്ടായിരുന്നു, OTT പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷവും ഈ സിനിമ ബോക്സ് ഓഫീസിലും തിയേറ്ററിലും നന്നായി ഓടുന്നു എന്നുള്ളത് അതും ചെറിയ കാര്യമല്ല. ഒരുപാട് ആളുകൾ ഈ സിനിമയെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ പറയുന്നു. പ്രത്യേകിച്ച് ഒരു യഥാർത്ഥമായ ഒരു രീതി ഇതിലെ അഭിനേതാക്കൾ അഭിനയിച്ചു എന്ന് നമുക്ക് തോന്നുന്നില്ല. അതൊക്കെ വലിയ കാര്യമാണ്. എന്തായാലും ഈ ഒരു വലിയ വിജയം ഒരുപക്ഷെ കളക്ഷൻ റെക്കോർഡ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുക, അത് തിയേറ്ററിൽ ഓടിക്കുക, മാളവരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, അതൊന്നും അത്ര ചെറിയ സംഭവമായിട്ട് ഇക്കാലത്ത് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ സിനിമ ഒരു വൻ വിജയമാക്കി ഇതിൻ്റെ എല്ലാ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും അണിയറ ശില്പികളെയും ഈ സിനിമ വലിയൊരു വിജയമാക്കാൻ തീരുമാനിച്ച പ്രേക്ഷകരെയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഈ സിനിമ ഇറങ്ങിയ ദിവസം എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു. അത് ദിലീഷ് ബോധൻ്റെ ഒരു മാജിക് ആണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. ഈ സിനിമയിൽ പ്രേമലു എന്ന സിനിമയിൽ താങ്കളുടെ പേരെഴുതി കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, വല്ല പീഡന കേസിലും കാണാൻ പ്രതിയാക്കിയതിൻ്റെ കഥ വല്ലതും ആണോ ആ സിനിമ എന്ന് ഞാൻ ചോദിച്ചു. അതൊന്നും അല്ല. അപ്പോൾ എൻ്റെ പേര് എന്തിനാ എഴുതി കാണിച്ചത് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാൻ ഒരുപാട് ഗവേഷണം ചെയ്താണ് ഇത് കണ്ടുപിടിച്ചത്, എന്തിനാണ് എൻ്റെ പേര് എഴുതി കാണിച്ചത്. അത് സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. താങ്ക് യു. ഒരു പൊതുജന അഭിപ്രായം. ഇവിടെ നമ്മളുടെ കുടുംബത്തിൽ ഒരുപാട് അഭിനയ കൊലപതികളുണ്ട്. ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, പുണ്യമായ പ്രസാദ്, അങ്ങനെ ഒരുപാടുണ്ടെങ്കിലും അഭിനേതാവെന്ന നിലയിൽ ഒരു 100 കോടി ക്ലബിൽ ആദ്യം കയറിയത് ഞാനാണ്. നമ്മുടെ പയ്യൻ ഫഹദ് ഫാസിൽ താമസമില്ലാണ്ട് കയറും. അപ്പോൾ ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരും അത് ചെയ്തിട്ടില്ല. ഞാൻ അത് ചെയ്തു. അപ്പോൾ സന്തോഷം. ആ രീതി തന്നെ ഈ സിനിമ പുണ്യം തന്നെയാണ്. അപ്പോൾ ഭയങ്കര അസൂയാണ് ഇവര് ആക്ടേഴ്സ് ആയതിൻ്റെ ശല്യം എനിക്ക് സഹിക്കുക വയ്യാണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടി ഗിരീഷ് ഷെഡി വഴി ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി എല്ലാവരും ഒന്ന് അടങ്ങി ജീവിക്കുക, ആവേശമെല്ലാം കയ്യിൽ വയ്ക്കുക. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോടുള്ള ഒരു പ്രതികാരം തന്നെ എനിക്ക് ഗിരീഷ് ഷെഡി നടത്തി തന്നു. എന്നെ ഒരു ഓഡീഷന് നിർത്താൻ പോലും കൊള്ളില്ല എന്നാണ് മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ മോശം ആക്ടേഴ്സ് എന്ന് പോലും കല്ലിൽ നിന്ന് കവിത വിരിയിക്കുന്ന ദിലീഷ് ബോധൻ പോലും എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗിരീഷ് ഷെഡി എന്നെപ്പോലെ തന്നെ ഒരു ബിഎഡോ ആയതുകൊണ്ട് എന്നെ കറക്റ്റായിട്ട് മനസ്സിലാവുകയും അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം തരികയും ചെയ്തു. അപ്പം എനിക്കാണെങ്കിൽ മുന്നും പിന്നും നോക്കാനില്ലായിരുന്നു. നമുക്കറിയാം, സിനിമയിലൊരു നടൻ അഭിനയിക്കാൻ വരുമ്പോൾ അത് അവരുടെ ബാധ്യതയാണ്, നന്നാക്കുക എന്നുള്ളത് നടൻ്റെ ബാധ്യതയല്ല. അപ്പം ഞാനങ്ങനെ നിന്ന് കൊടുത്തു. അത് ഗിരീഷ് ഷെഡിയുടെ ആവശ്യമാണ്. ഗിരീഷ് ഷെഡി നടത്തി ബ്യൂട്ടിഫുള്ളായിട്ട്. എന്നെ വെച്ച് കാമഡി കീമടിയൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ആൾക്കാരിപ്പോൾ പഴയതുപോലെയല്ല, കണ്ടാൽ തന്നെ ചിരിക്കുന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാക്കിയതിന്, സില്ലിനെസ് മടങ്ങി തന്നതിന് ഗിരീഷ് ഷെഡിയോട് പമ്പവാസ് നന്ദി പറയുന്നു. ബാക്കി വരും പോലെ കാണാം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനും അന്ന ചേട്ടനും എത്തിയിട്ടുണ്ട്. ചേട്ടാ, വെൽക്കം. സോ ഹാപ്പി ടു സീ യു ബോത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോകട്ടെ. എന്താ എഴുതുക?
ഞാനല്ലേ എഴുത്തുകാരൻ. ഇപ്പൊ ചെറിയോളം വന്നില്ലേ? താങ്ക് യു സോ മച്ച്. നമുക്ക് നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഈ സിനിമയ്ക്ക് പുറകിലുള്ളത്, അഭിനയിച്ചു വരും. നമുക്കറിയാവുന്ന പോലെ തിയേറ്ററുകൾ എന്തെങ്കിലും ഒരിക്കൽ ഇനിയൊരു ഹൗസ്ഫുൾ ഷോ കാണാൻ പറ്റുമോ എന്ന് ആശങ്കപ്പെട്ട് തിയേറ്ററുകൾ അന്യം നിന്നുപോയി, സിനിമ മറ്റൊരു തരത്തിലേക്ക് മാറി എന്നൊക്കെ നമ്മൾ ഭയപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നും ഗംഭീരമായി സിനിമ തിയേറ്ററുകളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ തിരിച്ചുവരവിലെ ഏറ്റവും കളർഫുൾ ആക്കിയ സിനിമയാണ് പ്രേമലു. അത്രത്തോളം എനർജറ്റിക് ആയിട്ടുള്ള ഒരു 2.5 മണിക്കൂർ ഹോൾസം ഫൺ നമുക്ക് തന്നിട്ടുള്ള അടുത്തെങ്ങും ഓർമ്മയിൽ അങ്ങനെ ഒരു സിനിമയില്ല. അപ്പോൾ എനിക്ക് ഗിരീഷിനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ അറിയാം. വളരെ അടുത്ത് ആ സിനിമയുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഗിരീഷിനെ എനിക്കറിയാം, അയാളുടെ ടാലൻ്റ് അറിയാം. സോ വെയിറ്റ് ടു ഗോ. അടുത്ത ഗംഭീരമാവട്ടെ. എല്ലാ സിനിമകളും അഭിനയിച്ചവർ പ്രിയപ്പെട്ടവരാണ്. സംഗീതമൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. നിന്നെയാണ് അടുത്തറിയാവുന്നുള്ളൂ, അതുകൊണ്ടാണ് പേരെടുത്ത് പറഞ്ഞത്. ബാക്കി എല്ലാവരെയും അറിയാവുന്നവരാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്യാമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ശ്യാം എന്താ പറയേണ്ടത്, അതിഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ഇത് OTT വന്നപ്പോൾ ശ്യാമിൻ്റെ പോർഷൻ എടുത്ത് കണ്ടു. അപ്പോൾ പ്രത്യേകിച്ച് അവരുടെ കൈ കഴിക്കുന്നുണ്ട് താത്തി വിട്ടോട്ടെ ഗംഭീരമാണ്. പ്രൊഡ്യൂസ് ചെയ്തതൊക്കെ നമ്മളുടെ സുഹൃത്തുക്കളാണ്. ദിനേശ് മൂത്തൻ, ശ്യാം, ഫഹദിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. അവൻ ഫുൾ ഫ്ലെഡ്ജ് ആവേശത്തിലാണ്. സിനിമ നിർമ്മാതാവ് എന്ന നിലയിലും അഭിനേതാവ് എന്ന നിലയിലും ഈസ് ദ മോസ്റ്റ് ഹാപ്പനിങ് മാൻ അറൗണ്ട്. സോ ഒരുപാട് നാളത്തെ പരിചയമാണ് ഫഹദുമായിട്ട് ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഫഹദിനെ കുറിച്ച്. എനിക്കത് ഞങ്ങളുടെ ചലച്ചിത്ര തൊഴിലാളി സംഗമത്തിൽ ഫഹദ് വരുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നില്ല. പക്ഷേ ഞാൻ അവിടെ ഫഹദിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ അതിനെ ഷാനു എന്നാണ് വിളിക്കുക. ഈ കോവിഡ് കാലത്ത് ഷാനു ഒരു സിനിമയുടെ ഭാഗമായി, സി യു സു എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായി. അത് കഴിഞ്ഞ് എന്നെ ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് ഷാനു മഹേഷിനെ കൂടി വന്നിട്ട് ആ സിനിമയുടെ റവന്യൂവിൽ നിന്ന് 10 ലക്ഷം രൂപ കോവിഡ് കാലത്ത് ദുരിതം അനുഭവിക്കുന്ന സഹപ്രവർത്തകർക്ക് തന്ന ആളാണ് ഷാനു. അപ്പോൾ അത് അത്തരത്തിലുള്ള കൂടെ പ്രവർത്തിക്കുന്നവരോടുള്ള സോളിഡാരിറ്റി വളരെ കുറച്ച് ആളുകൾക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ എൻ്റെ പ്രിയപ്പെട്ട ഷാനു ഉണ്ടെന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതല്ലാതെ തന്നെ ഷാനുവിന് ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ശ്രദ്ധ ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ആവേശവും പ്രേമലുവും വലിയ ഹിറ്റായപ്പോൾ ഇത് നിനക്ക് ആവർത്തിക്കാവുന്നതാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഐ നോ യു ആർ ജസ്റ്റ് എ ഫോൺ കോൾ അവേ. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതുണ്ടാവും. കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. പ്രേമലുവിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിലും പുറകിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് പ്രദർശിപ്പിച്ച് നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കിയ തിയേറ്റർ ഉടമകളിൽ ഒരാളാണ് ഞാൻ എന്നുകൂടി പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. എനിക്കും ഒരു ഷീൽഡ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. ആന്റണിയൊക്കെ ഗംഭീരമായിട്ട് അതിനകത്ത് നിന്ന് പൈസ ഉണ്ടാക്കിയ ആളാണ്. ആന്റണിക്ക് അതിൻ്റെ ഭാഗമാകാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷം. ഞാൻ ഒരു കാര്യം പറയാം. പ്രേമലുവിൽ എന്നെ ഓഡീഷൻ വേണ്ടി വിളിച്ച സമയം തൊട്ട് എൻ്റെ ആഗ്രഹം ഫഹദിക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു. അത് ഇന്നാണ് സഫലമായത്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഫാൻസ്. ഫഹദിക്ക് ബിഗ് ഫാൻ ഓഫ് യു. എൻ്റെ വൈഫാണ് പുറകിരിക്കുന്നത്. പുള്ളിക്കാരി ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയാണ്. എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്.
പ്രത്യേകിച്ച് ഫോർമാലിറ്റിയുടെ കാര്യമില്ല. നസ്ലിൻ മാത്യു എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് ഒരു 9 years ആയിട്ട് കൊച്ചിയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പല വീഡിയോസും കണ്ടന്റൊക്കെ ചെയ്ത് ഫിലിംസും കുറച്ച് ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലി ഇപ്പോൾ ഗിരീഷ് അല്ലെങ്കിൽ കിരണും ഗിരീഷുമാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കാണിച്ചത്. ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്യിച്ച് നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ്. അത് ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ ഭാവന സ്റ്റുഡിയോസിനും ഓഫ് കോഴ്സ് നിങ്ങളും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോ പ്രസ് മീറ്റിന് ഇരുന്നതിനെക്കാട്ടി ടെൻഷൻ എനിക്ക് ഇപ്പോൾ ഉണ്ട്. അന്ന് എനിക്കറിയില്ല. പ്രസ് മീറ്റിന് അന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ദിലീഷ് ഏട്ടൻ്റെ കൂടെ ഞാൻ പോയി ഇരുന്നിട്ട് എന്ത് സംസാരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂളായിട്ട് പോയി. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്താണെന്ന് അറിയില്ല. എല്ലാവരും ഇരിക്കുന്നതുകൊണ്ടാകും മേ ബി. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഒരു കുഞ്ഞു സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായി. എനിക്ക് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് സാർ, Karthikeya sir. I'm getting a lot of messages from Telugu people as well. My Instagram is filled with Telugu messages actually. I'm not understanding most of them, but I'm happy with that. എന്തായാലും വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ഇവന്റ് കാണാൻ പറ്റിയാലും എൻ്റെ ആദ്യത്തെ ഒരു ഇവന്റ് ആണ് ഇങ്ങനെ ഒരു ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ പോയി നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. പടം കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും ഇപ്പോൾ OTT കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് സന്തോഷം. ശ്യാം എന്തായാലും സ്റ്റേജിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടണം എന്നാണ് പൊതുജന അഭിപ്രായം അല്ലേ? അത് നോർമലായിട്ട് വേണമെങ്കിൽ ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ താങ്കൾ സാധാരണ ചെയ്ത പോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് പാട്ട് പാടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ സർപ്രൈസ് അഭിനയിക്കാമായിരുന്നു. പാട്ട് ഞാൻ പാടണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഓൾറെഡി എന്നോട് അവിടെ വെച്ച് പറഞ്ഞു. അത് ഞാൻ ലിറിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ബ്രോ ഈ പറഞ്ഞ പോലെ ഞാൻ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. ഞാനൊരു 2007-2008 സമയത്തൊരു സുന്ദരിയവ എന്നുള്ള മ്യൂസിക് വീഡിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് അന്ന് ഫ്ലോട്ട് അയച്ചത് വിഷ്ണു ബ്രോ ആയിരുന്നു. ഇപ്പോ നമ്മുടെ ഫിലിമിൽ മ്യൂസിക് ചെയ്തേക്കുന്ന വിഷ്ണു ബ്രോ ആണ്. വിഷ്ണു ബ്രോ വിത്ത് യുവർ പെർമിഷൻ നമ്മുടെ പടത്തിലൊരു പാട്ട് തന്നെ ഞാൻ പാടാം. കണ്ടൊരിക്കേ സുന്ദരിയെ പുഞ്ചിരിയെ കാശ് പത്തെടുക്കാൻ ATM നിന്നളിയേ അങ്ങ് പൊത്തി വച്ചേ പിന്നവള് മൊഞ്ചവള് കുഞ്ഞു കൊട്ടുകുത്താൻ ഫോണെടുത്തേ പിന്നവള് സ്റ്റോപ്പ് ലൈറ്റ് നോക്കാതെ റോഡിലെ തിരക്കതേൽക്കാതെ വടക്കുന്ന് കിഴക്ക് മുതല് നിരക്കുന്നിതകത്ത് ചിലത് വലിച്ചങ്ങ് പുകച്ച് പലത് പച്ചപ്പൂമണമുള്ള ബൊമ്മലുവേ നദി ബൊമ്മലുവേ ബൊമ്മലു നീവു നദി ബൊമ്മലുവേ എടിച്ചായ പാനി തപ്പിലെ റോഡരികെ ആ തുളി പഞ്ചാരി കൊട്ടിലെ കാതരികെ എൻ പ്രേമിക്കുടൂ നീ സുമ്മഹായി തരിങ്കേ. താങ്ക് യു സോ മച്ച് ശ്യാം. കഴിഞ്ഞുണ്ടായിരുന്നോ? ഭയങ്കര ടെൻഷനാണെന്നല്ലോ വന്നപ്പോ. സന്തോഷത്തിൻ്റെ ഒരു വലിയ നിമിഷമാണ്. കാരണം എന്താ പറയുക, ഇതിൻ്റെ പുറകിലുള്ള ഇതിൻ്റെ കൂടെ എൻ്റെ ഒരു കുടുംബത്തിലെ മെമ്പേഴ്സ് പോലെ പെരുമാറുന്ന ഫഹദും, അതുപോലെ തന്നെ വളരെ വർഷത്തെ ബന്ധമുള്ള ദിലീഷും ശ്യാമും നിർമ്മിച്ച സിനിമയാണ്. നസ്രിയയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ആ സിനിമ ഇത്രയും വലിയ ഒരു വിജയമാകുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ഗിരീഷും, അതുപോലെ ഈ സിനിമയിൽ സഹകരിച്ച അഭിനയിച്ച അത്ര മനോഹരമായ സിനിമയായിരുന്നു അഭിനയിച്ച അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഇത്രയും മാറ്റിയ മലയാളികളോടും ഈ സമയത്ത് സ്നേഹം പറയുന്നു. കാരണം ഞാൻ ശരിക്കും എൻ്റെ ഒരു സ്വന്തം സിനിമയുടെ വിജയം ആഘോഷിക്കുന്ന പോലെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഫഹദിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് കൂടുതലും അതിൻ്റെ അത് ഒരുപാട് പ്രാർത്ഥനകളുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ്. കാരണം
ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ തിയേറ്ററുകളിലെല്ലാം നിറഞ്ഞോടിയ സിനിമയാണ്. അതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിക്കാനും ഇതിൻ്റെ കൂടെ സഹകരിച്ചവർക്ക് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും വളരെ മനോഹരമായിരുന്നുണ്ട് ഈ സിനിമയിൽ. വളരെ സന്തോഷം. Thank you so much. നമസ്കാരം എല്ലാവർക്കും. വർക്ക് ചെയ്തൊരു സിനിമയുടെ പേരിൽ ഇങ്ങനെ ഒരു സക്സസ് ഫംഗ്ഷന് വേണ്ടി എല്ലാവരുടെയും കൂടെ ഒത്തുചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വേദിയിലുള്ള എല്ലാ ബഹുമാന്യരാൾക്കാർക്കും നമസ്കാരം. ശക്തിശ്രീ ഗോപാലൻ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ. ആൻഡ് കപിലനും ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ പ്രേമലുവിൻ്റെ മ്യൂസിക് എൻ്റെ കൂടെ ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളില്ലെങ്കിൽ ഫുള്ളാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനൊരു സക്സസ് മീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ മ്യൂസിഷ്യൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഞങ്ങൾ ചെറിയൊരു പെർഫോമൻസ് ചെയ്യാം പ്ലീസ്. താങ്ക് യു. ഒപ്പം നമ്മുടെ നിർമ്മാതാക്കൾ ഫഹദ് ഫാസിൽ, ദിലീഷ് ബോധൻ ആൻഡ് ശ്യാം പുഷ്കരൻ മൂന്നുപേരെയും സ്നേഹാദരങ്ങളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The team behind the success. And നമ്മുടെ കപ്പിത്താനെ ക്ഷണിക്കട്ടെ. ഗിരീഷ് ശേരി, സംവിധായകൻ, റൈറ്റർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഗിരീഷ് ഷെട്ടിയുടെ ആദ്യമുള്ളതുകൊണ്ട് 3 പടത്തിന് ബിഗ് ടൈം ഫാനാണ്. അതുകൊണ്ടാണ് ഇതിന് വിളിച്ചപ്പോൾ ഇതേ വിളിച്ച ഒരുപാട് സന്തോഷം. നമ്മുടെ സംവിധായകനുള്ള ആ ഒരു സ്നേഹ പുരസ്കാരം നൽകാൻ ഞാൻ ശ്രീ അമൽ നേതൃത്വനോട് അഭ്യർത്ഥിക്കുകയാണ്. So please do the honors to our very dear director Girish Edi. തീർച്ചയായും ഇത്രയും വലിയ വിജയം തോളിലേക്ക് സ്ഥിതിക്ക് 2 വാക്ക് സംസാരിക്കാം. നമസ്കാരം. ഇവിടെ നമ്മുടെ പ്രേമലുവിൻ്റെ വിജയാഘോഷത്തിനായി വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ 3ാമത്തെ പടമാണ് ഇത്. 4 പടം ചെയ്തു, 3ാമത്തെ പടമാണ് റിലീസാവുന്നത്. ഒരു പടം റിലീസായിട്ടില്ല. പക്ഷേ ആ 3 പടം വിജയിച്ചായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പല കാരണം കൊണ്ടും ബാക്കി 2 പടങ്ങൾക്കും അത് സാധിച്ചിരുന്നില്ല. അപ്പോൾ എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് സാധ്യമാക്കി തന്ന നമ്മുടെ ഭാവന സ്റ്റുഡിയോസിന് നന്ദി പറയുന്നു. പിന്നെ പടം എന്താ പറയണ്ടതെന്ന് അറിയില്ല. മറന്നുമില്ല. പടം ഇത് ഇങ്ങനെ ഒരു സക്സസ് ആവാൻ കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവർ കാണിച്ചൊരു എനർജി ഉണ്ട് ഈ പടത്തിൻ്റെ ത്രൂ ഔട്ട് കാണിച്ച. അത് നമുക്കിപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവരും
ഭയങ്കര രസമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനർജറ്റിക് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാ സെറ്റിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഈഗോ ക്ലാഷുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ. അതൊന്നുമില്ലാതെ ത്രൂ ഔട്ട് ഇത്രയും കുറച്ചും കൂടി വലിയ ഷൂട്ടായിരുന്നു ഇത്, കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയ പടമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ ഭയങ്കര രസമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയ ഒരു സെറ്റായിരുന്നു ഇത്. അത് എനിക്ക് അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പേരെടുത്ത് പറയാൻ തുടങ്ങിയ എല്ലാവരുടെ പേരും പറയേണ്ടി വരും, അതുകൊണ്ട് പറയുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങളൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എനിക്ക് ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രേമലു വിജയമാക്കി തീർത്ത പ്രേക്ഷകരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. Thank you so much and once again congratulations. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് പതുക്കെ റിവീൽ ചെയ്യാനുള്ള സമയമാവുകയാണ്. അതിനുവേണ്ടി നമുക്ക് വേദിയിലേക്ക് കുറച്ച് ആളുകളെ കൂടി ക്ഷണിക്കേണ്ടതുണ്ട്. സോ ബഹുമാനപ്പെട്ട വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പി ടാരി അവർ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നസ്രിയ, നമ്മുടെ ചെക്കൻ, നമ്മുടെ ഹീറോ വിളിക്കാല്ലേ നമുക്ക് വേദിയിലേക്ക്, നസ്ലിൻ. Welcome to the stage. And of course, Mamita, Matthew, Ajmal Sabu, and Akash Joseph, editor, Undimaya, SS Karthikeya. So please join us. Fast Films, Benny Kattapana, Jose Vijay, and the co-writer Kiran Joshi, and our music director Vishnu Vijay. എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ ഈ മൈക്ക് പതുക്കെ മൈക്ക് ഓൾറെഡി കയ്യിലുണ്ടല്ലോ, നമ്മുടെ ശ്യാം പുഷ്കറിന് കൈമാറുകയാണ്. വളരെ ആൻഡ് ഓൾസോ സുഹൈൽ, അദ്ദേഹത്തിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സംഗീത് കൈപിടിച്ച് കേട്ടുന്ന ആൾക്കാരെ ശ്യാമോഹൻ, അഖില ഭാഗവൻ, ഇതൊന്നുമില്ല, ജസ്റ്റ് സഭാകമ്പം മാത്രം, പിന്നെ ഞങ്ങളുടെ ചെറിയ പിടിപ്പേട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ നമ്പർ 5 ആയിരുന്നു പ്രേമലു. അപ്പോൾ അമലേട്ടന് ഭീഷ്മ പോലെ, അമ്പുക്കയ്ക്ക് പ്രേമം പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഹിറ്റായിരുന്നു ഈ സിനിമ. ഭയങ്കര നീഡഡും ഭയങ്കര വാലിഡേഷൻ അർഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഹിറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. പ്രൊഡക്ഷൻ നമ്പർ 5ാമത്തെ പടമായിരുന്നു പ്രേമലു. 6ാമത്തെ പടം കരട്ടെ ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ കോ ഡയറക്ടർ ദിനീഷ് പോത്തൻ്റെ ആയിരുന്ന റോയിയാണ്. റോയും ജസ്റ്റ് എന്ന് വന്നാൽ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, സച്ചിനേക്കാളും വലിയ ഇൻട്രോവേർട്ടാണ്. സച്ചിന് ശരിക്കും തോമസിന് ശരിക്കും റോയിച്ചന്റെ വാറഴിക്കാനുള്ള യോഗ്യതയില്ല അത്രയ്ക്ക്. അപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം വിളിക്കുകയാണ് ഇയാളെ, കണ്ടോ ഇനി കിട്ടത്തില്ല. ഇതാണ് റോയി. റോയിയാണ് കരട്ടെ ചന്ദ്രന്റെ സംവിധായകൻ. പ്രൊഡക്ഷൻ നമ്പർ 7 ആലോചനയിലുണ്ട്. അത് ഒരു സർപ്രൈസ് ആണെന്ന് പറയുന്നത്. അത് എന്താ ഗിരീഷ് പറയും. പ്രൊഡക്ഷൻ നമ്പർ 7 നമ്മുടെ പ്രേമലുവിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ അത് ഇവിടെ അനൗൺസ് ചെയ്യാണ്. പ്രേമലു 2.
പറയൂ, പ്രേമലു 2-നെ കുറിച്ച് പറയൂ. നീ പ്രേമലോട്ടതിനെ കുറിച്ച് അധികമൊന്നും പറയാറായിട്ടില്ല. എന്തായാലും പ്രേമലു 1-നേക്കാളും മോർ ഫൺ, മോർ എനർജറ്റിക് പടമായിരിക്കും എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു പ്രേമലു 1-നേക്കാളും നല്ല പടമായിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് എന്താണ് ഞങ്ങളോട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇവരോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ നല്ല ഊർജമാണ്. ഈ 25 വയസ്സിന് താഴെയുള്ള 2 പേർ നായകന്മാരായി അഭിനയിച്ച ചിത്രം ഈ വലിയ വിജയം നേടിയതിൽ എല്ലാവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. ഞാൻ ഈ നാടിന് വേണ്ടി ഈ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിർമ്മാതാക്കൾ ഏറെക്കാലമായി എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. സംവിധായകൻ്റെ ആദ്യത്തെ പടം എൻ്റെ ഗ്രാമത്തിലാണ് അതാദ്യം ഷൂട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വിഷുവിന് വീട്ടിൽ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ ആ വീട്ടിലിപ്പോൾ ഏതോ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ വീട് ഒരു വിജയിക്കാനിടയുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഇടമായി മാറി എന്നാണ് നാട്ടുകാർ പറയുന്നത്. വ്യവസായ മന്ത്രി എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട്. സിനിമ വ്യവസായം മലയാളത്തിൻ്റെ വലിയ മുന്നേറ്റത്തിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പുതിയ പ്രൊഡക്ഷനുകൾക്കായി കാത്തിരിക്കാം. പ്രേമലുവിൻ്റെ 2ാം ഭാഗം, അതുപോലെ ഇവിടെ പ്രഖ്യാപിച്ച പുതിയ സിനിമകൾ, അവയെല്ലാം ചേർന്ന് മലയാള സിനിമയെ കുറെ കൂടി ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ. വളരെ അയത്ന ലളിതമായ അഭിനയത്തിലൂടെ ഈ പുതിയ ചെറുപ്പം നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ട്. ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അതും ഗിരീഷേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ, അതും പടം ഒരുപാട് വലിയൊരു വിജയമായി മാറി. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു ഗിരീഷേട്ട, സച്ചിൻ എനിക്ക് തന്നതിന്. താങ്ക് യു ഭാവന, ദിലീഷേട്ടൻ, ശ്യാമേട്ടൻ, പാതുക്ക, താങ്ക് യു.
ഇത് പോസിബിൾ ആക്കിയതിന് ആൻഡ് കോ ആർട്ടിസ്റ്റ് ഞങ്ങളുടെ പ്രേമലു ടീം. നിങ്ങളെല്ലാവരും ഇല്ലാതെ ഈ പടമില്ല. നമ്മള് കൂടെ നിൽക്കുന്നവർ അത്ര അടിപൊളിയാകുമ്പോഴാണ് നമുക്കും നല്ലപോലെ ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളെല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു. അയ്യോ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. പ്രേമലു 2-ലും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ പറ്റട്ടെ. ഇതിനേക്കാൾ വലിയ ഒരു സക്സസ് ഉണ്ടാവട്ടെ. താങ്ക് യു. ഷമീർ ഖാൻ എത്തിയിട്ടുണ്ടോ? ഷമീർ. ഓക്കെ, നമിത. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷന് വരുന്നതും. അതും ഗിരീഷ് ഏട്ടൻ്റെ പടത്തിന് തന്നെ നമുക്കൊരു 100 കോടി ക്ലബിൽ കയറുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് അത് വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു. അപ്പം അതിൽ നിങ്ങളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. സോ നസ്ല പറഞ്ഞ പോലെ പ്രേമലു 2-ലും ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവന സ്റ്റുഡിയോസ്, താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ. ഇത് ഇത്രയും വലിയ ഒരു സ്കെയിലിൽ പടം എടുക്കാൻ സാധിച്ചതിലും ഞങ്ങൾ അത്രത്തോളം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ ഒരു ഫാമിലി പോലെയായിരുന്നു ആക്ച്വലി. അപ്പം അതിനെല്ലാത്തിനും ഭയങ്കര സന്തോഷം, ഭയങ്കര നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആൻഡ് ലാസ്റ്റ് പ്രേമലു ടീം, എവ്രി വൺ, ലൈക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും, അതേപോലെ തന്നെ പ്രേമലു, ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രേമലുവിൻ്റെ ഫാമിലിയാണ്. സോ എല്ലാവരോടും വൺസ് മോർ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. ഇങ്ങനൊരു പ്രസംഗം പറയേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ഈ ഷീൽഡ് വാങ്ങി പോവാം എന്നാണ് വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് എന്ന് പറയുമ്പോൾ പഠിച്ചു വെച്ചൊക്കെ മറന്നു. എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമാകാനൊന്നും പറ്റിയിട്ടില്ല. ഒരുമിക്ക പടങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൊട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു രക്ഷകനെ പോലെ ഗിരീഷേട്ടൻ വിളിച്ചതും ഇങ്ങനൊരു വലിയ എന്താ പറയാ വലിയ അവസരം തന്നതുമൊക്കെ. അപ്പോൾ ഞാൻ ഹൈദരാബാദിൽ പോയി അന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിരീഷേട്ടൻ ലൈഫ് ചേഞ്ച് ചെയ്തു എന്നുള്ളത്. അതിവിടെ പറയാണ്. താങ്ക് യു ഗിരീഷേട്ട. ഒപ്പം ശ്യാമേട്ടൻ, ദിലീഷേട്ടൻ, ഫഹദ്ക്ക, നമ്മുടെ എല്ലാ ടീമും, അജ്മൽ, ആകാശേട്ടൻ, ആരുടെയെങ്കിലും വിഷ്ണു ചേട്ടൻ, ആരുടെയെങ്കിലൊക്കെ പേര് പറയാൻ തുടങ്ങിയ വിട്ടുപോകും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, നെസ്ലിൻ, മമിത, ശ്യാം, അൽത്താഫ്ക്ക, മാത്യു, മീനാക്ഷി, അഖില, എല്ലാവരും ഭയങ്കര, നെസ്ലിൻ പറഞ്ഞതാണ് കറക്റ്റ്. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നോ, എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് തരുന്നോ, അപ്പോഴാണ് എന്നെ പോലുള്ളവർക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയായിരുന്നു, ഓരോ നമ്മുടെ സക്സസ് പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും പറയും, ഞാൻ ഫെബ്രുവരി 8-ാം തീയതി റിലീസിന്റെ തലേന്ന് കിടന്നുറങ്ങിക്കൊണ്ട് സ്വപ്നം കാണുകയാണോന്ന്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചത്. അപ്പോൾ ഇതായിരിക്കും ഒരു ഏകദേശം ആ സ്വപ്നത്തിന്റെ അവസാനം വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് പ്രേമലു 2 വരുന്നത്. സ്വപ്നം ഇനി കണ്ടുകൊണ്ടേയിരിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അഖില. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇതിവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ. ഒരുപാട് അഭിമാനവും തോന്നുന്നു. ഗിരീഷ് ചേട്ടന് ഒരുപാട് നന്ദി എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന്. കൂടാതെ ദിലീഷ് ചേട്ടൻ, ശ്യാമേട്ടൻ, ഉണ്ണി ചേച്ചി, ഫഹദ്ക്ക, അങ്ങനെ എല്ലാവർക്കും. പിന്നെ SS കാർത്തികേയൻ സർ, നമ്മുടെ പടം ഇവിടെ വിജയിച്ചതുപോലെ തന്നെ തെലുങ്കിലും ഒരുപാട് വൻ വിജയമായിരുന്നു. അപ്പം അതിനും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. മാത്യു.
എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എൻ്റെ ആദ്യത്തെ സിനിമ എന്നെ കൊണ്ടുവന്നത് ഭാവന സ്റ്റുഡിയോസ് ആണ്. അതുപോലെ രണ്ടാമത്തെ സിനിമ ഗിരീഷ് ചേട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വിളിച്ചപ്പോൾ നേരെ ഞങ്ങൾ ചെല്ലുമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഭയങ്കര ഒരു സക്സസ് ആയിട്ട് ആയി ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. താങ്ക് യു. മീനാക്ഷി. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമ ഇത്രയും വലിയ വിജയമാക്കി തന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകരോട് വലിയൊരു നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ, ഹിറ്റായ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇപ്പോൾ 100 കോടി ക്ലബിൽ ഒരു സിനിമ കയറുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം തിയേറ്റർ വൈസും എല്ലാ സൈഡിൽ നിന്നും ഒരു ചാലഞ്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു 100 കോടി ക്ലബിൽ ഒരു മലയാള സിനിമ കയറുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു 100 കോടി ക്ലബ്ബ് സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. പിന്നെ നേരത്തെ മമിതയും നസ്ലിനും ഒക്കെ പറഞ്ഞതുപോലെ അടുത്ത പ്രേമലു 2-ന്റെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ എത്താൻ സാധിക്കട്ടെ. അങ്ങനെ എത്താൻ സാധിക്കണമെങ്കിൽ ഞാൻ ആ സിനിമയിൽ ഉണ്ടാവണം. അങ്ങനെ ആ സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. കുറച്ചു നേരം മുമ്പ് ദിലീഷ് ചേട്ടനും ഗിരീഷും കൂടി എന്നെ വിളിച്ചിട്ട് പോയി. അപ്പോൾ ഞാനത് എന്തിനാണെന്നറിയില്ല. രഹസ്യമായിട്ട് പറഞ്ഞ് നിങ്ങളാണ് ഈ പടത്തിൻ്റെ ബാക്കി. അപ്പോൾ പ്രേമലു 2-ൽ ഗിരീഷിൻ്റെ എല്ലാ പടത്തിലും ഭാവന സ്റ്റുഡിയോസിൻ്റെ എല്ലാ പടത്തിലും ഞാൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അവർക്ക് എന്തോ ഒരു മനസ്സിനെന്തോ പ്രശ്നം. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ അവരോട് പ്രാർത്ഥിക്കുന്നു. So once again
Thank you.